ജയറാം എന്ന് പറയുന്ന നടൻ എത്ര തിരക്കാണെങ്കിലും, ജയറാമിൻ്റെ മുഖംമൂടിയെക്കുറിച്ച് ഞാൻ വളരെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മുഖംമൂടി മാത്രമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇയാളൊക്കെ മനുഷ്യരാണ്. ഒരാളുടെ മരണം മുതലാക്കാവുന്നത്, അവിടെ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ചെവുക്കുറ്റിക്ക് അടിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം തല പുറത്തേക്കിട്ട് വരുന്ന ഇത്തരം മൃഗങ്ങളെ മനുഷ്യരായിട്ട് ആരും കൂട്ടത്തില്ല. ഇവനെ ആട്ടി പുറത്താക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? നമസ്കാരം. ചില പേരുകൾ നമ്മളെ അസ്വസ്ഥമാക്കും. ഇപ്പോൾ അസ്വസ്ഥമാക്കുന്ന എൻ്റെ പേര് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ്റെ മൃതശരീരത്തിന് അരികിൽ എൻ്റെ പേരുള്ള ഒരു കപട സന്യാസി, ഒരു കപട സ്വാമി, മുടിയും താടിയൊക്കെ വളർത്തിക്കൊണ്ട് ചെയ്യുന്ന ഭീകരമായ ഒരു വൈകൃതം, ഒരു ശ്മശാന വൈകൃതം എന്തൊക്കെയോ ജപിച്ചുകൊണ്ട് അവിടെ കാണിച്ച കോപ്രായങ്ങൾ കൊണ്ട് എനിക്കിരിക്കപ്പുറതി ഇല്ലാതായി. എന്നെ നിരവധി പേർ വിളിച്ച് സുനിൽ സ്വാമിയെ കണ്ടിട്ടില്ലാത്തവരാണ്. നമ്മുടെ സ്വാമിയുടെ വേഷം കൊണ്ടല്ല, സ്വാമി എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിന് ഒരുപാട് വിലയുണ്ട്. ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ, ജനസമൂഹത്തിലേക്ക് പടർന്നു കയറി തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ, സ്വന്തം തൃപ്തിക്ക് വേണ്ടിയും ഭൗതിക സുഖത്തിനും സാമ്പത്തിക വേഷത്തിനും വേണ്ടി വേഷം കെട്ടുന്നവർ, അത് ഈ സ്വാമി വേഷം ഹൈന്ദവത്തിലല്ല, എല്ലാ ജാതി മത അവസ്ഥകളിലും ഇത്തരം കഥാപാത്രങ്ങളുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. സുനിൽ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം എനിക്ക് സ്വസ്ഥതയില്ലാത്ത കുറേ ദിവസങ്ങൾ വന്നു ചേർന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും ശ്രീനിവാസൻ എന്ന മഹാനടൻ്റെ മുമ്പിൽ ഒരു കപട ആത്മീയാചാര്യൻ വന്നുകൂട്ടിയ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊന്ന് കേട്ടാലും. ഒരാഴ്ചയോളം 63-ാം പിറന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു. വെമ്പായത്തെ ഈന്തിവിളയിലാണല്ലോ താമസം. ഈന്തിവിളയിലെ ജനങ്ങൾ രാഷ്ട്രീയവും മതവും ഒക്കെ മറന്ന് ഒരുമിച്ച് എന്നെ ചേർത്ത് പിടിച്ച കുറേ ദിവസങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അസുലഭ നിമിഷങ്ങളാണ് അവയൊക്കെ. ഓർക്കും തോറും വീണ്ടും ജീവിക്കാൻ ഒരു ആസക്തി ഉണ്ടാകുന്ന, മനസ്സിൽ നിന്നൊരിക്കലും വിട്ടുപോകാത്ത കുറേ ദൃശ്യങ്ങൾ പതിഞ്ഞ അതാണ് ഈ 63-ാം പിറന്നാൾ. ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നവരും ചേർത്ത് പിടിച്ചവരും പുറംകാല് കൊണ്ട് അടിച്ചു കളഞ്ഞ സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന സഹോദരനെ, ചേട്ടനെ, അനിയനെ, എഴുത്തുകാരനെ, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് പൊതിഞ്ഞവരൊക്കെ തന്നെ പുറംതിരിഞ്ഞ് നടന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും എന്നെ ചേർത്ത് പിടിച്ചവരുടെ ഒരു ലോകത്തേക്ക് ഞാൻ ചെന്ന് ചേർന്നു. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ അത് മനസ്സ് നൽകുന്ന തൃപ്തി വളരെ വലുതാണ്. സ്മരണയിലൂടെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഞാൻ ഒരിക്കൽ മാത്രം പരിചയപ്പെടുകയും ഒരു രാത്രി മാത്രം എത്രയോ നേരം ഒപ്പമുണ്ടാകുകയും ചെയ്ത ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ ഒരു കലാകാരൻ, സമൂഹത്തിൻ്റെ കുള്ളരായ്മകൾ, അതിലെ ദുഷ്ചിന്തകൾ, ലോകത്തിൻ്റെ നാശവും സമൂഹത്തിൻ്റെ നാശവും ഗൃഹത്തിൻ്റെ നാശങ്ങളും സൗഹൃദത്തിൻ്റെ നാശവും പൊള്ളയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ പുറന്തോട് പൊളിച്ച് പ്രേക്ഷക ഹൃദയങ്ങളിൽ എത്തിച്ച ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ നടൻ, മഹാനായ മനുഷ്യൻ. മരണം ഒരാളെ മഹാനാക്കും, പക്ഷേ ശ്രീനിവാസൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മഹാനായിരുന്നു. ഞാനൊരു രാത്രി മാത്രമേ അദ്ദേഹത്തിലൂടെ ഉണ്ടായിരുന്നുള്ളൂ. സജിൻ രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത ആ സംവിധായകനോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ, ആ ഇടക്കിട്ടിയ ആ നേരം മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ശ്രീനിവാസൻ, സമൂഹത്തിൻ്റെ ജാടകളില്ലാതെ, ലോകത്തിൻ്റെ ജാടകളില്ലാതെ പച്ചയായ ഒരു മനുഷ്യൻ. ഞാൻ സിനിമ എഴുതാത്തതാണ് സിനിമയുടെ നല്ല കാലം, അതിൻ്റെ സുവർണ കാലഘട്ടം എൻ്റെ കഥകൾ സിനിമയാക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാനായ കലാകാരൻ. 100% സമൂഹത്തിൻ്റെ ദുഷ്ചിന്തകളിലേക്ക് വിരൽ ചൂണ്ടി നടന്ന, അത് എഴുതി പിടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കാലം എത്ര വർഷം കഴിഞ്ഞാലും, അദ്ദേഹം എത്ര വർഷം ഈ ഭൂമിയിൽ നിന്ന് വിസ്മൃതിയിൽ ആണ്ടുപോകാതെ ജീവിക്കുന്ന കാലം, അതാണ് കാലത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോകാത്ത ഒരു മഹത് പ്രതിഭയാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ മരണമുണ്ടാക്കുന്ന ഒരാളുടെ മരണത്തിൽ ചിലർ അവരുടെ ചില മുഖംമൂടികളുമായി എത്തിച്ചേരും.
അങ്ങനെ മുഖമൂടികളുമായിട്ട് എത്തിച്ചേർന്ന ഒരു ദൃശ്യമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഒരുപാട് പേരുടെ വിങ്ങി നിറയുന്ന മനസ്സ്, അദ്ദേഹത്തിൻ്റെ മക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, സത്യൻ ചേട്ടനെ പോലുള്ള, സത്യനന്ദിക്കാടിനെ പോലുള്ള നന്മയുള്ള മനുഷ്യർ, ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശ്വാസവും ഗന്ധവും തിരിച്ചറിഞ്ഞ നല്ല സുഹൃത്തുക്കൾ, അവിടെ താടിയും മുടിയും നീട്ടി വളർത്തിക്കൊണ്ടൊരാൾ വന്നിട്ട് ഒരു ദൃശ്യമുണ്ടാക്കുന്നു, ഒരു സീനുണ്ടാക്കുന്നു, സിനിമയിലുണ്ടാക്കുന്ന പോലെ. എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? സുനിൽ സ്വാമി എന്ന് പറയുന്ന മുതലമട എന്ന് പറയുന്ന സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രസ്റ്റിൻ്റെ ചെയർമാനാണത്രേ. അയാൾ കുറേ കാലം ജയിലിൽ കിടക്കുകയായിരുന്നു. ഇതൊക്കെ പറ്റിച്ച്, ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും ആത്മീയത എന്ന് പറയുന്ന ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു, സുനിൽ സ്വാമിയാണല്ലേ എന്ന് ചോദിച്ചാൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വിളിക്കും. ഇദ്ദേഹം ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾക്കകത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മരണപ്പെട്ടു പോയ ശ്രീവിദ്യ എന്ന് പറയുന്ന ആ മഹാനടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളൊക്കെ മനുഷ്യരാണ് ഒരാളുടെ മരണം മുതലാക്കാവുന്നത്? അവിടെ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ചെവുക്കുറ്റിക്ക് അടിക്കേണ്ടതാണ്. എന്താണ് അയാൾ ചൊല്ലുന്നത്? ഇത്തരം ദുഷ്കർമ്മങ്ങളാണ്. ഇത്തരം പൊള്ളത്തരങ്ങൾക്കെതിരെ എന്നും പേന എന്ന പടവാൾ ഉയർത്തിയ ജനസമൂഹത്തിന് നേരെ ഇത്തരം ഈ വൃത്തികെട്ട ആത്മീയത എന്ന് പറയുന്ന ആത്മാവിലുണ്ടാകുന്ന ഈശ്വരനോട് അടുപ്പുള്ള മറ്റൊന്നാണ്. ഈ പുറമ്പോൾ ആമയുടെ ഉള്ളിലേക്ക് തലവലിച്ചിരുന്നത് കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം തല പുറത്തേക്കിട്ട് വരുന്ന ഇത്തരം മൃഗങ്ങളെ മനുഷ്യരായിട്ട് ആരും കൂട്ടത്തില്ല. ഇവനെ ആട്ടി പുറത്താക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? എന്തൊരു നീചമായ കർമ്മമായി പോയി. അതുപോലെ തന്നെയാണ് ജയറാം എന്ന് പറയുന്ന നടൻ. എത്ര തിരക്കാണെങ്കിലും ജയറാമിൻ്റെ മുഖംമൂടിയെക്കുറിച്ച് ഞാൻ വളരെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. മുഖംമൂടി മാത്രമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഈ ലോകത്തുള്ള പാർത്ഥിവൻ എന്ന് പറയുന്ന ഒരു നടൻ, ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലങ്ങാണ്ട് ശ്രീനിവാസൻ്റെ മുഖം കാണിച്ചിട്ടുള്ളൂ. എത്രയോ വലിയ വലിയ മനുഷ്യർ ബാക്കിയെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ആ അവസാനം ഒന്ന് കാണാനായിട്ട്, ഒരു നോക്ക് കാണാനായിട്ട് വരുമ്പോൾ ജയറാം എന്ന് പറയുന്ന നടൻ്റെ ഒരു അസാന്നിധ്യം, ഈ മുഖംമൂടികൾ ദൈവം പൊളിച്ചെടുക്കും. ഇപ്പം അയ്യപ്പൻ്റെ വിഷയത്തിലാണെങ്കിലും ജയറാമിൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് ഈ പൂജകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ മുഖംമൂടികളൊക്കെ എന്നാണ് ലോകത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് അഴിച്ചു വയ്ക്കാൻ പറ്റുക? ഇത്തരം കർമ്മങ്ങൾ ആരാണ് ഇവരെയൊക്കെ ഈ ജയറാം വന്നില്ല, പോട്ടെ, ജയറാമിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതുപോലെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇതുപോലുള്ളവനെയൊക്കെ കടത്തിവിട്ട് ജയിലിൽ കിടന്നവനും നാട്ടുകാരുടെ പൈസ പറ്റിച്ചവനും ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തുവനുമൊക്കെ താടി മുടി നീട്ടി വളർത്തിക്കൊണ്ട് ഇതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം. ഇത്തരത്തിലുള്ള കപട ആത്മീയവാദികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിന് വളരെ നമ്മുടെ ഹൈന്ദവതയിൽ തന്നെ ഉള്ള ഈ സംഘടനകൾ ഇത്തരം ആത്മീയ ആചാര്യങ്ങളെ മാറ്റി നിർത്തേണ്ട ആവശ്യകത വളരെ വലുതാണ്. മുഖംമൂടികളുമായി ജീവിക്കുന്ന കുറേ മനുഷ്യർ, ആരുമില്ലാതെ പോയല്ലോ ഈശ്വര എന്ന് നമുക്ക് സ്വയം ചോദിച്ചു പോകും. അത് ശ്രീനിവാസനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പടവാൾ ഉയർത്തിയ ആളാണ്. പേന കൊണ്ട് സമൂഹത്തിൻ്റെ ഇത്തരം വ്യക്തികളെ അദ്ദേഹത്തിൻ്റെ ഏത് സന്ദേശം എന്ന് പറഞ്ഞാൽ സിനിമ എടുത്താൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ആത്മീയതയുടെ കള്ളത്തരങ്ങളും പിന്നെ എല്ലാ കഥകളിലും സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിന് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുള്ള ശ്രീനിവാസൻ്റെ ആ അവസാന യാത്രക്കിടയിലേക്ക് കടന്നു കയറിയ ഈ മനുഷ്യ പിശാചുകളെ കാപട്യക്കാരെയൊക്കെ നമ്മൾ നിലയ്ക്ക് നിർത്തേണ്ട കാലം കഴിഞ്ഞു. ഇത്ര വരെ പരസ്യമായിട്ട് ഹൈന്ദവ സംഘടനകൾ തള്ളിപ്പറയണം. എല്ലായിടത്തുമുണ്ട് ഇത്തരം കാര്യങ്ങൾ, എല്ലാ ഭാഗത്തുമുണ്ട്. ഇതെന്താണെന്നറിയാത്ത ഇവിടെ ചില യൂട്യൂബ് ചാനലുകളെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അതിൽ അടുത്ത കാലത്ത് ഒരാൾ എന്നെ റെക്കോർഡിങ് കേൾപ്പിച്ചത്, വിദേശത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഒരു യൂട്യൂബ് ചാനൽ, അയാൾ മറ്റൊരാളോട് പറയുന്ന അയാൾ റെക്കോർഡ് ചെയ്ത് തന്നെ കേൾപ്പിക്കുകയാണ്. വന്നപ്പോൾ
അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തിനാണ് ഹൈന്ദവരെക്കുറിച്ച് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കണമെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ നമുക്ക് പറ്റിക്കാൻ വളരെ എളുപ്പം അവരാണ് എന്ന് പറയുന്ന വിദേശത്തിരിക്കുന്ന ഒരാൾ, അവരെ ഹിന്ദുക്കളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, ഞങ്ങൾ അവർക്ക് വേണ്ടി വാർത്തകൾ ചെയ്യും, അവരുടെ ഒപ്പം നിൽക്കും, പക്ഷെ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവും. ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചും ഇത്തരം കള്ളസ്വാമിമാരെന്ന് തന്നെ പറയണം, ഈ വേഷം കെട്ടിയ സ്വാമിമാർ കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾക്കെതിരെ നമ്മൾ തന്നെ അതിനകത്ത് ശക്തമായ നിലപാടുകൾ വളരെ അത്യാവശ്യമായിട്ട് എടുത്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നടക്കൂ. ഒരു ഹൈന്ദവ സമൂഹത്തിലല്ലേ, ഒരു ഹൈന്ദവ ചടങ്ങ് നടക്കുന്നിടത്തില്ലേ ഇങ്ങനെയുള്ള ഒരു വികൃത ജീവി പടർന്നു കയറി എന്താണ് അയാൾ സംസാരിക്കുന്നത്, അയാൾക്ക് എന്താണ് കാര്യം, അത് ഏറ്റുചൊല്ലാൻ കുറേ മനുഷ്യർ ആരെ വകഞ്ഞു മാറ്റിയാണ് ഇവൻ ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത്. ഞാൻ ആലോചിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു നിമിഷമെങ്കിലും ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹത്തായ കലാകാരൻ ഒന്ന് ജീവൻ വെച്ചെന്നെങ്കിൽ ആ ആത്മാവിന് ഒരു നിമിഷം ജീവൻ വെച്ച് അടിച്ചവൻ്റെ ചെവുക്കല് പൊട്ടിച്ചേനെ. ആർക്കും അതൊന്ന് ചോദ്യം ചെയ്യാനോ അവനെ പുറത്താക്കാനോ പറ്റാതെ പോയല്ലോ ഈശ്വര. കഷ്ടമായി പോയി, വളരെ കഷ്ടമായി പോയി. ഇത്തരം ആൾക്കാരെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം. നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിനെതിരെ പ്രതികരിച്ച ഒരു എഴുത്തുകാരനാണ്, ഒരു കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ അത് തന്നെ. അവർക്ക് ആർക്കും കഴിയാതെ പോയല്ലോ ഈശ്വര. അവരുടെയൊക്കെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, എന്നാലും അവിടെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരാളെങ്കിലും ഇവനെ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖം വളരെ മോശമായി പോയി. ആരാണ് ഇവർക്കതിനുള്ളൊരു അവസരം കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ തോളത്തൊന്ന് തട്ടിയിട്ട് ഇറങ്ങി പുറത്തു പോകാൻ പറയാൻ അവിടെ നട്ടലുള്ള ആരും ഇല്ലാതെ പോയോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത്തരം ഒരു ദൃശ്യം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥ അവിടെ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് കാണും. ഇത്തരം മോശപ്പെട്ട ദൃശ്യങ്ങളെ പൊളിച്ചടുക്കിയ, ഇത്തരം സന്ദർഭങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയ, ഇത്തരം സന്ദർഭങ്ങൾ വളർന്നു കയറുന്ന ഇത്തരം നികൃഷ്ട ജന്മങ്ങൾ, നികൃഷ്ട ജീവികൾ, ഇത്തരം പിതൃശൂന്യന്മാർ ഈ സമൂഹത്തിൽ ഉയർത്തുന്ന നാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു മഹത്തായ എഴുത്തുകാരൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നൊരു വേഷം കെട്ടിയ ഒരുത്തൻ എന്തോ കഷ്ടമായിപ്പോയി. അദ്ദേഹത്തെ തിരിച്ചറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമകളെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളും അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ജയറാമിൻ്റെ കാര്യം അത് തന്നെയാണ്. എത്രയോ ശ്രീനിവാസൻ്റെ സിനിമകൾക്കകത്ത് നല്ല വേഷങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ ആരോടും കലഹിക്കാത്ത ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടനെ അവസാനമായിട്ടൊന്നും കാണാൻ പറ്റാത്ത ജയറാം, നിങ്ങളെയൊക്കെ ഞങ്ങൾ മനുഷ്യൻ്റെ കൂട്ടത്തിൽ കൂട്ടും, അതോ സിനിമയ്ക്കുള്ളിൽ പുറത്ത് അതിനേക്കാൾ നന്നായി അഭിനയിക്കുന്നതായിട്ട് നമ്മൾ കരുതണമോ? താങ്കൾ ഇനി ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും താങ്കൾ ആ സമയത്ത് അവിടെ എത്താതെ പോയത്, അത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അപമാനകരമാണ്. നിങ്ങൾ ആ സ്ഥലത്തില്ലാതെ പോയത്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ മലയാള സിനിമയിൽ, അദ്ദേഹത്തെ സ്നേഹിച്ചവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളത് ചെയ്തില്ല. കാരണം നിങ്ങൾക്കെപ്പോഴും ഭൗതികമായിട്ടുള്ള ഒരവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ് ജയറാം എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് ഞാൻ വളരെ മുമ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടതാണ് നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഒരുത്തനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുത്തി ഈ സാധനങ്ങളൊക്കെ ചെയ്തത്. ഏത് ഭാഗ്യത്തിൻ്റെ പേരിലാണ് നിങ്ങളെ കേസിനകത്ത് പ്രതിപട്ടികയിലേക്ക് പെടുത്താത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെയും പെടുത്തേണ്ടത് തന്നെയാണ് മിസ്റ്റർ ജയറാം. നിങ്ങൾ ചെയ്തത് കഠിനമായ അപരാധമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വീട്ടിൽ കൊണ്ടുപോയി പൂജ ചെയ്തതിനെതിരെ ഞാൻ വളരെ ശക്തമായിട്ട് ഇപ്പോഴും പ്രതികരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. നിങ്ങൾ ആ മഹത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങൾ മേടിച്ചേ പറ്റുള്ളൂ. കാരണം ഇത്തരം കർമ്മങ്ങൾ ദൈവത്തിൻ്റെ ഗുണമല്ല കിട്ടുക, ദോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വന്നു ചേരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ദുഃഖസാന്ദ്രമായ ആ സമയത്തേക്ക് നിങ്ങൾ വരാത്തത് അതികഠിനമായ രോഷമുണ്ടായിട്ടുണ്ട് പലരുടെയും മനസ്സിൽ. ഈ സുനിൽ സ്വാമി കാണിച്ചിരിക്കുന്ന, ഈ സുനിൽ എന്ന പേരുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. റിപ്പർ എടുത്താലും സുനിൽ, ഒരു കൊലപാതകം നടത്തിയാലും സുനിൽ, ഒരു മോഷണ കേസിലെടുത്താലും സുനിൽ, എല്ലാം സുനിൽമാരുടെ ഇടയിൽ, എല്ലാത്തിൻ്റെ ഇടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരു 3 അക്ഷരം കാണും, പേര് കാണും.
ഈ പേരുണ്ടാക്കുന്ന ഒരു വലിയ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഈ ഈ ഈ മുതലമടയിലെ ഈ ചെകുത്താൻ കാരണം എന്നെ വിളിച്ച് പലരും ചോദിക്കുക, നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വാർത്തകളല്ലേ, വാർത്തകൾ വരുമ്പോൾ ആൾക്കാർക്ക് അത് അന്വേഷിക്കുക തന്നെ ചെയ്യുമല്ലോ, തെറ്റിദ്ധരിക്കപ്പെടാമല്ലോ. നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ പേരൊന്നും മാറ്റാൻ പറ്റുന്ന സാഹചര്യങ്ങളും അല്ലല്ലോ. നിഷ്ഠുരമായ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുകയും അവിടെ ഏത് വേദനാജനകമായ അന്തരീക്ഷത്തിലും ഏത് പരിസ്ഥിതിയിലും ഇത്തരം പരിസ്ഥിതികളിലും സ്വയം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ അരിവാരിയിട്ട് ചെയ്യാനുള്ളത്? മനുഷ്യ, നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്ത എന്തൊരു അബദ്ധമാണ്? നിങ്ങൾ എന്ത് ആത്മീയതയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? താടി മുടിയും വളർത്തിക്കൊണ്ട് ഒരാൾ മഹാശേഷനും മഹാസന്യാസിയാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേഷം കെട്ടി ഇറങ്ങുമ്പോൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ജയിലിൽ നിന്നിറങ്ങി വരേണ്ട സ്ഥലമല്ലത്. നിങ്ങളെ അവിടെ കടത്തിവിട്ടവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തോളത്ത് തട്ടിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പുറത്തിറങ്ങി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തിനെ മുതലാക്കിക്കൊണ്ട് മുഖത്ത് കരിവാരി ഒലിച്ചാലും ചാണകമെറിഞ്ഞാലും ഒരു ഭാവവും വരാത്ത നിങ്ങളെപ്പോലുള്ളവർ കാട്ടിക്കൂട്ടുന്നത് കണ്ട് ദുഃഖിക്കാനേ മലയാളികൾക്ക് കഴിയുന്നല്ലോ. ഈശ്വര, നിങ്ങളൊക്കെ ഏത് ആത്മീയതയുടെ പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ഏത് ആത്മീയതയുടെ വഴിയിലൂടെ? ആത്മീയത വിറ്റ് കാശാക്കുന്ന കുറേ മനുഷ്യരുണ്ട്, ചില യൂട്യൂബ് ചാനലുകളുണ്ട്. എന്ത് വിഡ്ഢിത്തരവും അബദ്ധമാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇതിൻ്റെ കൂട്ടം പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ചില എന്തോ വിഡ്ഢിത്തപരമായ മന്ത്രങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചുമ്മാ മന്ത്രങ്ങൾ ജപിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആത്മീയജ്ഞാനികളായിട്ട് മാറിക്കൊണ്ട് സ്വയം വേഷം കെട്ടി ദൈവം കൊടുക്കുന്ന ഒരു നല്ല രൂപത്തെ, അത് ആത്മജ്ഞാനത്തിൻ്റെ ഉത്തന്ന ശൃംഗങ്ങളിൽ വിഹരിക്കുന്ന മഹാശ്രേഷ്ഠന്മാരും സന്യാസിമാരും. ഒരാളെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ ബദ്രിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിൽ അവിടെ ഇറങ്ങി, അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്ന ബന്ധമേ ഉള്ളൂ. പുള്ളി ഹിമാലയം കണ്ടിട്ടുണ്ടോ എന്നതിന് സംശയമാണ്. പുസ്തകങ്ങൾ എഴുതിയവരും ഒക്കെ ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന നാശത്തിനേക്കാൾ കൂടുതൽ ലോകം കൊടുക്കുന്ന ശിക്ഷയുണ്ട്, ദൈവം കൊടുക്കുന്ന ശിക്ഷയുണ്ട്. ദൈവത്തിൻ്റെ പാഠപുസ്തകത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനം ഇവരെക്കുറിച്ചൊക്കെ നല്ല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാവും. വളരെ ദയനീയമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു ദൃശ്യമായിരുന്നു അത് യൂട്യൂബ് ചാനലുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പകർന്ന് അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ജനങ്ങളുടെ ധാർമ്മിക രോഷം. ഞാനിപ്പോൾ എനിക്ക് ഇത്രയും പ്രോഗ്രാം കുറേ ദിവസമായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇത്തരം ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കാൻ ഉള്ള മാർഗമില്ല. തൊലിക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, തൊലിക്കട്ടി ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ഇത്തരത്തിൽ ചെയ്യാമെന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടേക്ക് പടർന്നു കയറി ഈ വൃത്തികെട്ടവൻ ഇത് ചെയ്തത്. എന്ത് യോഗ്യതാണ് അത്! അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു സമാധിയാണ് അദ്ദേഹത്തിൻ്റെ. ജീവസമാധിക്ക് തുല്യമാണ് ശ്രീനിവാസൻ്റെ. അതൊരു മൃതശരീരമാണെന്ന് പോലും പറയാൻ പാടില്ല. അത്ര അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. അവിടേക്ക് കടന്നു കയറി കയ്യിൽ കുറേ പച്ചരിയും കൊട്ടും പൂവും കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, എന്താണ് അയാൾ പറയുന്നത്? അതവിടെ ചൊല്ലേണ്ടതാണോ മനുഷ്യ? നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത്? നിങ്ങളൊക്കെ മനുഷ്യരുടെ കൂട്ടത്തെ പെടുത്താൻ പറ്റുന്നതാണോ? ഇനി എങ്ങനെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എവിടെ? നിങ്ങൾ നാട്ടുകാരെ പണത്തിന് കൊടുത്തു പറ്റിച്ചതിൻ്റെ പേരിൽ, ആ പണം തട്ടിപ്പിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ട് നിങ്ങൾക്കെതിരെ എത്ര കേസുകളുണ്ട്? ഇപ്പോൾ നമുക്കൊക്കെ സംഭവിച്ചതുപോലെ ഒരാളെ നശിപ്പിക്കാനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പോലെയല്ല. അതിനൊക്കെ സത്യസന്ധമായ വഴികളുണ്ട് അതിനെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള. നിങ്ങളൊക്കെ എൻ്റെ ശിക്ഷ അനുഭവിച്ചവരാണ്, വഞ്ചനയുടെ പേരിൽ ശിക്ഷ അനുഭവിച്ചവരാണ്, ആത്മീയത വിറ്റ് ജീവിക്കുന്നവരാണ്, ഹൈന്ദവത വിറ്റ് ജീവിക്കുന്നവരാണ്. നിങ്ങൾ മുതലമടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നടി ശ്രീവിദ്യ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നടുങ്ങിപ്പോവും. അതെനിക്ക് പ്രേക്ഷകരോട് പറയാൻ താല്പര്യമില്ല. ആ ശാപത്തിൽ നിന്നും കരകയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മലയാള സിനിമയിലും നമ്മൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ നിറസാന്നിധ്യം അവിടെ ചെന്ന് ചേരേണ്ട സമയമാണ്, എത്തേണ്ട സമയമായിരുന്നു. അതിന് കഴിഞ്ഞില്ല, പലർക്കും കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹവുമായിട്ട് ആത്മബന്ധമുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമകൾ അഭിനയിച്ചിരുന്ന, ഇതിപ്പോൾ ആര് ചെന്നില്ലെങ്കിൽ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല.
പണ്ടും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അത്തരത്തിലുള്ള മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. തനിക്ക് പറയാനുള്ളത് ലോക നന്മയ്ക്കായി, സമൂഹത്തിൻ്റെ നന്മയ്ക്കായി, വ്യക്തികളുടെ നന്മയ്ക്കായി വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി ശക്തമായിട്ട് പരിഹാസത്തോടു കൂടി പറയുകയും ആ ശക്തമായ പരിഹാസത്തിൻ്റെ അസ്ത്രമേറ്റ് പിടഞ്ഞു പോയ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. തൻ്റെ സൃഷ്ടിയിലൂടെ, ചിന്തയിലൂടെ, അക്ഷരങ്ങളിലൂടെ സമൂഹത്തിലുണ്ടാക്കിയ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ്റെ ആ ഒരു സമാധി സ്ഥലത്തേക്ക് വന്നു നിന്നുകൊണ്ട് ഇത്തരം കോപ്രായങ്ങൾ കേട്ട് ഇത്തരം മനുഷ്യരെ ഇനിയെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ടവരൊന്ന് ചിന്തിക്കണം. ഇത്തരം മനുഷ്യരെ ഒഴിവാക്കാൻ പഠിക്കണം. ഇവരെയൊന്നും അങ്ങനെ ഒരു സാമൂഹ്യമായിട്ടുള്ള അവസ്ഥ നടക്കുന്ന ഒരു സ്ഥലത്തേക്കും കടത്തിവിടരുതെന്നും ഗേറ്റിൽ വെച്ച് തന്നെ ഇവരെ പുറംകാല് കൊണ്ട് അടിച്ച് പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വേദനിപ്പിക്കുന്ന അവരുടെ ആ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എപ്പോഴും സിനിയേട്ടൻ്റെ അവസാന കാലവുമല്ല, എപ്പോഴത്തെ കാലത്താണെങ്കിലും ഒപ്പമുണ്ടാവും. ഗൃഹത്തിലായതെങ്കിലും ഒക്കെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, എപ്പോഴും കൈപിടിച്ച് നടക്കുന്ന, താങ്ങും തണലുമായിരുന്ന, പ്രണയിച്ചൊരുമിച്ച് വിവാഹം കഴിച്ച് ജീവിച്ച് നല്ല 2 സന്താനങ്ങളെ ഉണ്ടാക്കിയ ഒരു മലയാള സാന്നിധ്യം നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന അവർ ഒറ്റപ്പെട്ടു പോയല്ലോ. ആ ഒറ്റപ്പെട്ടു പോയ സിനിയേട്ടൻ്റെ പ്രിയതമയ്ക്കും അദ്ദേഹത്തിൻ്റെ സ്മരണയിലൂടെ ജീവിക്കാനും ആ ഊർജം കൊടുത്ത് മക്കളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ദൈവത്തിനും 2 നല്ല മക്കളും, പിന്നെ അദ്ദേഹം ജൈവകൃഷി ചെയ്തുണ്ടാക്കിയ ആ മണ്ണിനെ സ്നേഹിച്ച ഒരു മനുഷ്യനും, വലിയ നമ്മളാരും ഒരു നടനും മലയാളത്തിൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരുപാട് ചിന്താധാരകളിലൂടെ മനുഷ്യൻ്റെ മാറ്റങ്ങൾക്ക് കൊതിച്ച, ഭൂമിയുടെ വിളവുകളെ സ്നേഹിച്ച, ഭൂമിയിലെ നല്ല വിഷങ്ങളില്ലാത്ത പച്ചക്കറികളും വിഷമില്ലാത്ത മണ്ണിനെയും സ്നേഹിച്ച, വിഷമില്ലാത്ത പരിസ്ഥിതികളെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്നേഹിച്ച ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ്റെ മഹത്വമായിട്ടുള്ള കർമ്മങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് പ്രണാമമർപ്പിക്കുന്നു. നമസ്കാരം.